ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തിൻ്റെ വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ ടൂറാക്കുന്നുണ്ട് കേട്ടോ. ഫ്ലാറ്റ് ടൂർ, ഹോം ടൂർ എന്തൊക്കെ പറയാം. അപ്പോൾ ഇത് മുമ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുൻവശമാണ്. അപ്പോൾ ഇത് ഡോറിൻ്റെ സൈഡിലായിട്ടാണ് ഈ വിൻഡോ ഉള്ളത്. പക്ഷേ ഈ വിൻഡോയിൽ നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല, കാരണം ഇതിൻ്റെ എതിർഭാഗത്തായിട്ടും ഫ്ലാറ്റ് ഉണ്ട്, സൈഡിലും ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ വാതിലിൻ്റെ ഒരു വശത്തായിട്ട് ഞാൻ ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ഫ്ലാറ്റിൻ്റെ മുറിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആ വിൻഡോസ് അങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാധാരണ അത് അടച്ചിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ആ വിൻഡോസ് എൻ്റെ ഫ്ലാറ്റിൻ്റെ എതിർവശത്താണ് ഉള്ളത്. അപ്പോൾ എന്തായാലും അത് ഓപ്പൺ ആക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഉണ്ടാവും. പക്ഷെ ലൈറ്റ് എപ്പോഴും ഇടാറില്ല, എന്നാൽ നല്ല വെളിച്ചം ഉണ്ടാവും. കിച്ചൺ ഭാഗത്തു നിന്നൊക്കെ നല്ല വെളിച്ചം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡോറിട്ടിട്ട് ഇതിനൊന്നും ഞാൻ ലോക്കാക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് കാട്ടും. ഇത് എപ്പോഴും ഞാൻ ലോക്കാക്കിയിട്ടാണ് ഇടാറുള്ളത്. അങ്ങനെ ഇത് ഡോറാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് അങ്ങനെ ഡെക്കറേഷനൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ മോൾ തന്നെ കാലിഗ്രാഫി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് എൻ്റെ ചെറിയ മോൾക്ക്, അവൾക്ക് ഇത് അത്ര പെട്ടെന്നൊന്നും വായിലങ്ങനെ നോടിഞ്ഞിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ടി വിനിട്ടാണ്, പക്ഷേ ഇവിടെ ടി വി വെച്ചിട്ടില്ല. ഇതിൻ്റെ പ്ലഗൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ടി വി വെച്ചിട്ടില്ല. ടി വി ഒന്നും ഇപ്പോൾ കാണാറും ഇല്ലാരും. ഇതാണ് എതിർവശത്തുള്ള വ്യൂ കേട്ടോ. ഒരു സോഫയും ഒരു ഡൈനിങ് ടേബിളും മാത്രമാണ് ഉള്ളത്. ഇതാണ് ആ വിൻഡോസിലേക്ക് ഇട്ടിട്ടുള്ള കർട്ടൈന്. ഇതും തുറക്കാറില്ല അങ്ങോട്ടേക്ക്. പിന്നെ ഇത് ഒരു സൈഡിലായിട്ട് സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം ഇപ്പോൾ എക്സാമാണ് നടന്നുകൊണ്ടുള്ളത്. പിന്നെ ഈ ഡൈനിങ് ടേബിളിലുള്ളത് മദ്രസയുടെ ബാഗാണ് കേട്ടോ. അതെന്നും അവിടെ തന്നെ ഉണ്ടാവാറ്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു ബോക്സിലാക്കിയിട്ട് ഞാനിങ്ങനെ മുസാഫുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെനിക്ക് നീറ്റാക്കിയിട്ടൊന്നും വെക്കാൻ പറ്റില്ല, കാരണം മുളെടുത്തിട്ട് മുസാഫ് തൊടാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുസാഫ് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സോഫയാണ്, ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സോഫ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തുണി എപ്പോഴും ഞാൻ ഇട്ടിട്ടുണ്ടാകും, കാരണം കുട്ടികളിങ്ങനെ സ്കൂൾ വിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇതിലിരിക്കും, കാലൊക്കെ മീറ്റ് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്നും തുണി മാറ്റാറില്ല. തുണി എപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും. ഇത് അതിന് നേരെ ആണ് ഉള്ളത് ഒരു ബെഡ്റൂം. അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് ഞങ്ങൾ യൂസ് ആക്കാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ പ്ലഗിൻ്റെ അടുത്ത് തന്നെ ഞാൻ ബക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം വേറെ സ്റ്റൂളോ ടേബിളോ മിററോ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതിലെ ഫോൺ റീചാർജ് ആക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഫോണൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് റീചാർജ് ആക്കാൻ ഈസിയല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബക്കറ്റ് അവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ മുറിയിലാണ് ഞങ്ങൾ കിടക്കാറ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഏകദേശമായിട്ടുള്ളൊരു മുറിയല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ഗോഡ്രേജ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഫ്ലാറ്റിൽ 2 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് ഒരു മുറിയിൽ കിടക്കാൻ മാത്രമായിട്ടാണ് യൂസ് ആക്കുന്നത് ഞങ്ങൾ. പിന്നെ ഇത് ഈ വിൻഡോ സൈഡ് നല്ല ബ്യൂട്ടിഫുൾ നേച്ചറൊക്കെ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ ഈ മുറിയിൽ ഇത്രയും വിശേഷങ്ങളുള്ളൂ. ഇതിലൊരു അറ്റാച്ച് ബാത്റൂം കൂടിയുണ്ട്, പക്ഷെ അത് ഞങ്ങൾ യൂസ് ആക്കാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഹാളിൽ നിന്ന് വരുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിനും കാണാം. അതിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഞാൻ ബ്രഷും ടൂത്ത് ബ്രഷും ഒക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയാണ് ഇത് സോപ്പ് വെച്ച് കൊടുക്കുന്ന ബോക്സാണ് കേട്ടോ, കാരണം കുട്ടികളിർക്കും അവർക്കും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ജോലികളും അപ്പം നമുക്ക് ചെയ്യണമല്ലോ, അവർക്ക് കൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ടും നമുക്കൊരു ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യും. പിന്നെ ഈ മുറിയിൽ കുട്ടികളുടെ ഡ്രസ്സ് വെക്കുന്ന ബക്കറ്റ്സും ഗോഡ്രേജും തയ്യൽ മെഷീനും ബുക്ക് സ്റ്റാൻഡും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള മുറിയാക്കിയിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇതിലേക്കും ഒരു ബെഡ് എടുത്തിട്ട് ഇടണമെന്നുണ്ട്, ഇടുമായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് എല്ലാം വെച്ച് കൊടുക്കുന്ന ഒരു ബെഡ്റൂം ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഒരു സൈഡിൽ ഇസ്തിരി പെട്ടിയും അങ്ങനെയൊക്കെ. പിന്നെ ഈ ജനലിൽ ഈസി ആയിട്ട് അവർക്ക് സോക്സ് എപ്പോഴും തേടുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ കഴുകി ക്ലീനാക്കിയിട്ട് ഇങ്ങനെ ആ ജനലിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് സോക്സ് തേടേണ്ടി വരില്ല. പിന്നെ ഈ വാതിലില്ലേ, ഈ ബെഡ്റൂമിൻ്റെ ഈ വാതിലിൻ്റെ ഈ സൈഡിലോട്ട് ബുർക്ക ഏരിയ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ആ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ കിച്ചണിലോട്ടാണ്. കിച്ചണിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ബാത്റൂമുണ്ട്. അപ്പോൾ ഇത് കോമൺ ബാത്റൂമാണ്. ഇതാണ് എല്ലാവരും യൂസ് ആക്കാറുള്ളത്. ഇവിടെ അറ്റാച്ച് ബാത്റൂം യൂസ് ആക്കാറില്ല. എന്നിട്ട് അതിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലോട്ടായിട്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനായിട്ട് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാരിക്കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. ഉള്ള സാധനങ്ങൾ ഞാനങ്ങനെ നീറ്റാക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇങ്ങനെ കിച്ചണിക്ക് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഈ കുറുസ് ഈ ചെയറില്ലേ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. കാരണം കുട്ടികൾ വന്ന് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കുമ്പോൾ അവർ നിന്ന് തന്നെ കുടിക്കും. അപ്പോൾ ഇവിടെ ചെയർ ഞാൻ ഇട്ട് കൊടുത്തത് എന്തായാലും ഗ്ലാസ് പിടിച്ചാൽ പിന്നെ അവർ ഇരുന്ന് കുടിക്കാൻ അവർക്കൊരു സ്ഥലം ഉണ്ടായി. പിന്നെ അതങ്ങനെ അങ്ങോട്ട് കുറേ അങ്ങോട്ട് പറയാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറിച്ച് ചെയറിൻ്റെ ബാക്കിലോട്ട് തന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിൽ എനിക്ക് ആവശ്യങ്ങളുള്ള പെട്ടെന്ന് എടുക്കാവുന്ന പാത്രങ്ങളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഓവൻ ടേബിളാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗത്തായിട്ട് മിക്സിയും അതിൻ്റെ അടിഭാഗത്ത് സാൻഡ്വിച്ച് മേക്കേഴ്സും ഗ്രൈൻഡറും ഇതെല്ലാം വെച്ച് കൊടുക്കാനുള്ള ഒരു ടേബിളാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഓവൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു ഹോട്ട് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എൻ്റെ മുകളിൽ തന്നെ ചെയ്തിട്ടുള്ള കാലിഗ്രാഫിയാണ് കേട്ടോ ഇത്. അതിൻ്റെ മുകളിൽ തട്ടിൽ റാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് റാക്ക് ഉണ്ട്, പക്ഷെ കവറല്ല കേട്ടോ, ഇങ്ങനെ ഓപ്പൺ റാക്കാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നീറ്റായിട്ട് തന്നെ ആവശ്യങ്ങൾ അത്ര എപ്പോഴും എടുക്കാത്ത പാത്രങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് സിങ്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടെ നീറ്റായിട്ട് തന്നെ സോപ്പും അതിൻ്റെ കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കട്ടിങ് ചോപ്പിംഗ് ബോർഡും പിന്നെ അരിപ്പയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്താണെങ്കിൽ എൻ്റെ എല്ലാ പരിപ്പുകളൊക്കെ ഇട്ട് വെക്കുന്ന ടിന്നും, മറ്റേതിൽ ഞാനിങ്ങനെ മിക്സിയും യൂസ് ആക്കാത്ത ടിന്നും എക്സ്ട്രാ ടിന്നും അങ്ങനത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കത്രി ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു എന്താ പറയുക കപ്പ് സ്റ്റാൻഡ് എന്ന് പറയാം. പക്ഷേ ഇതിൽ കപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കപ്പ് യൂസ് ആക്കാറില്ല. കാരണം അതിലുള്ള കപ്പുകളൊക്കെ ചെറുതാണ്, അതിൽ കുടിച്ച് ആർക്കും മതിയാവാത്തതുകൊണ്ട് ആ കപ്പ് അത്ര യൂസ് ആക്കാറില്ല. പിന്നെ ഇത് ഇൻഡക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള വെറും 1200 രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പീസിലായിട്ട് മേടിച്ചിട്ടുള്ള ഒരു സ്റ്റൗവാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം 2 വർഷത്തോളമായി. നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. പിന്നെ ഇതിൽ പത്തിരി ചൂടുമ്പോൾ നമുക്ക് അത്ര തീ കൊള്ളാറില്ല. അപ്പോൾ ഞാൻ 2 പത്തിൽ ഇങ്ങനെ ചൂടാറുണ്ട്. പിന്നെ ഈ സ്റ്റൗവിൻ്റെ നേരെ ആയിട്ടാണ് വിൻഡോസ് ഉള്ളത്. അപ്പോൾ ആ തട്ടിൽ ഞാൻ എനിക്ക് പറ്റാവുന്ന സ്പൂണും ഫോർക്കും എല്ലാത്തിനും വേറെ വേറെ ബൗൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും നമ്മുടെ തവികളൊക്കെ വെക്കാനുള്ളതും, മറ്റേത് ഞാൻ വുഡൻ്റെ തവികളും വെക്കാനായിട്ട് അതിൻ്റെ നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ഉപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന ഒരു എന്താ പറയുക ഒരു അമ്മിക്കല്ലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കൗണ്ടർ ടോപ്പിലെ വിശേഷങ്ങൾ. ഇതിൻ്റെ താഴെയായിട്ട് ഇത് കവറല്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെയും പിന്നെ ഗ്യാസിൻ്റെ അണ്ടിയും അങ്ങനത്തെ എല്ലാ പാത്രങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാത്രയിൽ ഇത് ഞാൻ ബേക്ക് ആക്കുന്ന പാത്രമാണ്, അത് യൂസ് ആക്കാറില്ല, ബിരിയാണി പോട്ടാണ്. പക്ഷെ അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ ഇളകിയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കേക്കാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഒരു സൈഡിലോട്ട് ഫ്രിഡ്ജും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കിച്ചൻ്റെ വിശേഷങ്ങൾ. ഇപ്പോൾ കിച്ചണിലൊരു ക്ലോക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പറയാൻ വിട്ടുപോയത്. അപ്പോൾ ഇത് കിച്ചണാണ്, ഒരു ചെറുതായിട്ടുള്ള നീറ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കിച്ചണും കൂടിയാണ്. ഇനി കിച്ചണിൽ നിന്ന് നേരെ പോകുന്നത് ബാൽക്കണിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വന്നാൽ പിന്നെ പുറത്തോട്ട് പോകാനുള്ള വഴി ഇത് മാത്രമാണ്. അപ്പോൾ ഇവിടെയും ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തിങ്ങനെ കുറച്ച് പാത്രങ്ങൾ വെച്ചതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഉള്ളത്ര ക്ലീനായിട്ട് നീറ്റായിട്ട് വെക്കാൻ പറ്റുന്നത്. ഇവിടെയാണ് ഞാൻ പാത്രമൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് വേണ്ടത് ഞാൻ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇത് വെച്ചിട്ട് കൊടുത്തിട്ട് ഈ ബ്ലൂ കളറില്ലേ ആ പ്ലാസ്റ്റിക് ഞാൻ വെച്ച് കൊടുത്തത് മഴയും വെയിലും അത്ര അധികം ഈ പാത്രത്തിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഇത് ഇങ്ങനെ ഈ വേസ്റ്റ് ബോക്സും വാഷിംഗ് മെഷീനും തുണി അലക്കുന്നതും ഇവിടെ തന്നെയാണ് സ്റ്റാൻഡും വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഭാഗത്താണ് ഞാൻ അധികം ടൈമും സ്പെൻഡ് ആക്കാറുള്ളത്. നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഇപ്പം നല്ല വെയിലാണ്, വൈകുന്നേരമൊക്കെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റാണ്. ഇവിടെയാണെങ്കിൽ നല്ലൊരു പുഴയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഭയങ്കരമായിട്ടുള്ള കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വാതിൽ ഞാൻ സുബ്ബയ്ക്ക് എണിച്ച പാട് തുറന്നാൽ പിന്നെ ഞാൻ കിടക്കുമ്പോഴാണ് ഈ വാതിൽ അടച്ചിടാറ്. ഇത് താഴെയാണ് കേട്ടോ, താഴെയുള്ള ഫ്ലാറ്റുകാർക്കുള്ളതാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫ്ലാറ്റ്. കാരണം ഈ വ്യൂ ആണ് കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആദ്യം വന്നപ്പോൾ ഒരു തിക്കുമുട്ടലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്